ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. ഞാൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ് എന്നുള്ളതാണ്. യേശുവിൻ്റെ സ്നേഹത്തെ നമ്മൾ നന്നായി മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, കർത്താവേ, ഇത്രമാത്രം സ്നേഹിക്കാൻ ഞാൻ യോഗ്യനല്ല, അത്ര വലുതാണ് നിൻ്റെ സ്നേഹം എന്നാണ്. കർത്താവായ യേശുക്രിസ്തു മനുഷ്യനെ സ്നേഹിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. അവൻ സ്നേഹം കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, മണ്ണുകൊണ്ട് അവനെ മെനഞ്ഞു, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി പ്രവർത്തിച്ചു, പാപം ചെയ്തു, തെറ്റ് ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. പക്ഷേ ദൈവത്തിന് വേണമെങ്കിൽ ദേഷ്യം വന്നിട്ട് അതിനെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിട്ട് വേറെ കുറച്ച് മനുഷ്യരെ സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ ദൈവത്തിന് അതിന് മനസ്സ് വന്നില്ല. കാരണം എന്താണെന്നറിയാമോ? നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ ആ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുമോ? ഏതെങ്കിലും മാതാപിതാക്കൾക്ക് അത് പറ്റുമോ? മനുഷ്യത്വമുള്ളവർക്ക് അത് പറ്റുമോ? അതുകൊണ്ടാണ് തെറ്റ് സംഭവിച്ച ഈ ലോകത്തെ മുഴുവൻ നശിപ്പിച്ച് കളയാതെ ആ മനുഷ്യനെ വീണ്ടെടുത്ത് ഞാൻ അവരെ നന്നാക്കിക്കോളാം, അവരെ എൻ്റെ സ്നേഹത്തിലേക്ക് മടക്കി കൊണ്ടുവരാം, എൻ്റെ ഇഷ്ടത്തിലേക്ക് അവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരാം, അതിനുവേണ്ടി ഞാൻ ത്യാഗമായി തീരാം, എൻ്റെ ജീവൻ കൊടുത്തിട്ട് അവരുടെ ജീവനെ ഞാൻ തിരിച്ചെടുത്തുകൊള്ളാം എന്ന് യേശു പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ അവൻ നമ്മളെ സ്നേഹിച്ചു. നമ്മൾ അവനെ സ്നേഹിച്ചിട്ടല്ല, ദൈവം നമ്മളെ സ്നേഹിച്ചു. പാപം ചെയ്തു പോയ, തെറ്റ് ചെയ്ത മനുഷ്യനെ ശിക്ഷിക്കാതെ ആ ശിക്ഷ ഏറ്റുവാങ്ങി നമ്മളെ വീണ്ടും ആ സ്നേഹബന്ധത്തിലേക്ക് കർത്താവ് മടക്കിക്കൊണ്ടുവരുന്നു. എത്ര വലിയൊരു സ്നേഹമാണത്! എത്ര വലിയ ദയയാണത്! എത്ര വലിയ കരുണയാണത്! നമ്മളാണെങ്കിൽ ഒരു പക്ഷേ ഒരു കാര്യം നേടാതെ വന്നാൽ കഷ്ടപ്പെട്ട് ശരിയാക്കിക്കൊണ്ട് വന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും. കർത്താവിനും സങ്കടം വന്നു, പക്ഷെ ദേഷ്യം വന്നില്ല. പകരം അവൻ ത്യജിച്ചു, ഞാൻ വീണ്ടെടുത്തു കൊള്ളാം. ഇത്ര വലിയ സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹം. ഇനി കർത്താവിൻ്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്. അവൻ സ്നേഹിച്ച് കാണിച്ചു തന്നു. അവൻ ആർത്തരെയും ആലംബഹീനരെയും പാപികളെയും ചേർത്ത് പിടിച്ചു. സമൂഹം തള്ളിക്കളഞ്ഞവരെ കർത്താവ് മാറോട് ചേർത്തു. യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്തു, എന്നിട്ടും അവനെ സ്നേഹിച്ചു. പത്രോസ് അവനെ 3-4 വട്ടം തള്ളിപ്പറഞ്ഞു, എന്നിട്ടും അവനെ ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. സ്നേഹം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന കണ്ണാടിയായി കർത്താവ് മാറി. ദൈവം എങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കുന്നത്, ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്ന് അവൻ നമുക്കൊരു കണ്ണാടിയിലെന്ന പോലെ കാണിച്ചു തന്നു. കാരണം ദൈവം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ നമുക്കാവില്ല. അവൻ്റെ ആ ഒരു പക്ഷേ അനാട്ടമി എന്നോ ഫിസിയോളജി എന്നൊക്കെ പറയാം, അതിൻ്റെ ആ ശാസ്ത്രം, രസതന്ത്രം നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ, ത്യാഗത്തിലൂടെ ദൈവസ്നേഹം എന്താണ്, അഗാപ്പേ സ്നേഹം, സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്ന യഥാർത്ഥ സ്നേഹം എന്താണ് എന്ന് കാണിച്ചു തന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ സ്നേഹമാകുന്നു, ദൈവം തന്നെ സ്നേഹമാകുന്നു എന്ന് പറയുന്നത്. കാൽവരി ക്രൂശിലാണ് യഥാർത്ഥമായ സ്നേഹത്തെ ദൈവം നമുക്ക് പ്രദർശിപ്പിച്ച് കാണിച്ചു തന്നത് അവൻ്റെ ത്യാഗത്തിലൂടെ. ദൈവത്തിൻ്റെ സ്നേഹത്തെ വിശദീകരിക്കുന്ന പല ഭാഗങ്ങളും വേദപുസ്തകത്തിലുണ്ട്. പ്രത്യേകിച്ച് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം സ്നേഹം എന്താണ് എന്ന് പറഞ്ഞു തരുന്നു. ഈ സ്നേഹത്തിൻ്റെ സവിശേഷതകൾ,
സ്നേഹത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ദൈവം എങ്ങനെയാണ്, ദൈവത്തിൻ്റെ സ്നേഹം എന്താണ് എന്ന് കാണിച്ചു തരുന്നു. അതായത് ദൈവം സ്നേഹമാകുന്നു, ആ സ്നേഹം നമുക്കുമുണ്ടാകണം, ആ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കണം. അതാണ് ദൈവം നമ്മളോട് പറഞ്ഞത്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും എന്നെ സ്നേഹിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും, എന്നെ അനുഭവിച്ചറിയാൻ പറ്റും. എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കും. നിങ്ങളെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കുക. അപ്പോൾ സ്നേഹത്തിൻ്റെ സവിശേഷതകൾ നമ്മൾ പറയും, നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്? നമ്മളുടെ സ്നേഹം യാഥാർത്ഥ്യമാണോ? നമ്മളുടെ സ്നേഹം കലർപ്പില്ലാത്തതാണോ? നമ്മൾ യഥാർത്ഥത്തിൽ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഇനി ദൈവത്തിൻ്റെ സ്നേഹം എന്നാണ്, എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടുന്നത്? ഇത് സ്നേഹത്തിൻ്റെ സവിശേഷ സ്വഭാവങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമുക്കറിയാൻ പറ്റും. അതായത് 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4-8 വരെയുള്ള വാക്കുകൾ പറയുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. നമുക്ക് ദീർഘമായി ക്ഷമിക്കാൻ പറ്റുമോ ആരോടെങ്കിലും? മനുഷ്യ സ്നേഹത്തിൽ എത്ര നമ്മൾ ക്ഷമിക്കും? സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്പർദ്ധിക്കുക വെറുപ്പുണ്ടാക്കുന്നില്ല. സ്പർദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാളെ ദേഷ്യം അങ്ങനെ കൂടിയിരിക്കും, ഇടിക്കണമെന്ന് തോന്നും, പക്ഷേ നമ്മൾ ഇടിക്കുന്നില്ല. ഉള്ളിൽ അതിനെ നമ്മൾ സപ്രസ് ചെയ്യുകയാണ്. അത് സ്പർദ്ധിക്കുക. നമ്മളെ ആ ദേഷ്യത്തിൻ്റെ ആക്ഷൻ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒരു ഇമോഷൻ, അതാണ് ഉള്ളിൽ സ്പർദ്ധിക്കുക എന്ന് പറയുന്നത്. സ്നേഹം അങ്ങനെ സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. ഞാനാണ് വലുത്. സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹം ചീർക്കുന്നില്ല. വെറുപ്പ് കാണിക്കുന്നില്ല. സ്നേഹം മുഖത്ത് ദേഷ്യഭാവം കാണിച്ചു തരത്തില്ല. സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല. യോഗ്യതയില്ലാത്ത രീതിയിൽ നടക്കുന്നില്ല. വളരെ യോഗ്യമായ, ബഹുമാനിക്കാൻ പറ്റുന്ന, ഇംപ്രസീവായ, മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നുന്ന, മറ്റുള്ളവർക്ക് സ്നേഹിക്കാൻ തോന്നുന്ന സ്വഭാവമുള്ളതായിത്തീരും നമ്മൾ. അതാണ് യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയണം. സ്നേഹം സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല. സ്നേഹം എനിക്ക് വേണം, എൻ്റെ മാത്രം, എൻ്റേത് എന്ന് പറയുന്നില്ല. സ്നേഹത്തിൻ്റെ സ്വാർത്ഥതയില്ല എന്നാണ് പറയുന്നത്. അതാണ് എങ്ങനെയാണ് സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇറുപ്പവനും മലർ ഗന്ധമേകും, വെട്ടുന്നവനും തരുചൂടകറ്റും, ഹനിപ്പവനും കിളി പാട്ടുപാടും. എന്താണ് പറയുന്നത്? ഒരു ചെടി, അതിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂവ് നമ്മൾ ഇറുത്തെടുത്താലും ആ പൂവിന് ഗന്ധമുണ്ടാകും. ആ പൂവിന് അറിഞ്ഞുകൂടാ, ആ ചെടിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ പോയി അതിനെ മുറിച്ച് മാറ്റുകയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ ചെയ്താലും ആ പൂവ് നമുക്ക് ഗന്ധം തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മരത്തെ മുറിച്ചു മാറ്റിയാലും മരം നമുക്ക് തണൽ നൽകും. നമ്മൾ ഒരു കിളിയെ ആക്രമിച്ച് പിടിച്ച് കൂട്ടിലടച്ചാലും കിളി ചിലയ്ക്കും, അത് നമുക്ക് വേണ്ടി പാടിക്കൊണ്ടേയിരിക്കും. സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ആർത്തസ്വരം കേട്ട കാത് കാത്, കാരുണ്യമാർന്ന ഇടുന്ന ദൃഷ്ടി ദൃഷ്ടി, സാന്തോക്തി ഓതിയിടുന്ന ജിഹ്വ ജിഹ്വ, സാധുക്കളെ താങ്ങുന്ന ബാഹു ബാഹു എന്നാണ് കവി പറയുന്നത്. മറ്റുള്ളവരുടെ കരച്ചിൽ കേൾക്കുന്ന കാതാണ് യഥാർത്ഥമായ കാത്. മറ്റുള്ളവരുടെ കാരുണ്യം കാണാൻ കഴിയുന്ന കണ്ണാണ്, കാഴ്ചയാണ് യഥാർത്ഥ കണ്ണ്. സ്വാന്തനിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന നാക്കാണ് ഈ നല്ല നാക്ക്. സാധുക്കളെ താങ്ങുന്ന കരങ്ങളാണ് യഥാർത്ഥ കരങ്ങൾ.
സ്വാർത്ഥത അന്വേഷിക്കാത്ത സ്നേഹം. അതിലെ പ്രകൃതിയിൽ നിന്നുള്ള ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല. സ്നേഹം ദേഷ്യം കാണിക്കുന്നില്ല. നമുക്ക് എന്തിനും ഏതിനും ഭയങ്കര ദേഷ്യമാണ്. കർത്താവും ഇങ്ങനെയാണ് സ്നേഹിച്ചത്. അവനെ ക്രൂശിച്ചവനെ അവൻ വെറുത്തില്ല. അവൻ്റെ മുൾക്കിരീടം അടിച്ചിറക്കിയവനോട് അവൻ ശപിച്ചില്ല. അവൻ്റെ കൈകളിൽ ആണി അടിച്ചിറക്കിയവരോട് അവൻ ദ്വേഷിച്ചില്ല. രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നു. എത്ര വലിയ സ്നേഹമാണ്! ഈ സ്നേഹം കാണുമ്പോൾ നമുക്ക് തോന്നണം, ഇത്ര മാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം, ആ സ്നേഹം കിട്ടാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? മുക്തിക്ക് വിഘ്നം വരുത്തുവാനെങ്കിലും ശക്തിയുള്ളതിൽ ക്രോധം. ഒരു പക്ഷേ നമ്മുടെ മുക്തിക്ക്, നമ്മുടെ വിടുതലിന്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്, നമ്മുടെ രക്ഷയ്ക്ക് വിഘാതം നിൽക്കാൻ കഴിയും ദേഷ്യത്തിന്. ദേഷ്യം നമ്മളെ കോപമുള്ളവരാക്കും. കോപം നമ്മളെ പാപം ചെയ്യുന്നവരാക്കി തീർക്കും, തെറ്റ് ചെയ്യുന്നവരാക്കും, ആക്രമിക്കുന്നവരാക്കും, കുലപാതകം ചെയ്യുന്നവരാക്കി മാറ്റും. ദേഷ്യം എന്ന് പറയുന്നു. സ്നേഹം ദ്വേഷിക്കുന്നില്ല. ഇനിയും സ്നേഹം സത്യം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സ്നേഹം കള്ളം പറയില്ല. സ്നേഹിക്കുന്നവർക്ക് മുന്നിൽ കള്ളം പറയാൻ നമുക്ക് തോന്നില്ല. സ്നേഹം സത്യം മാത്രമേ പറയുള്ളൂ. അപ്പോൾ യഥാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ സത്യം മാത്രമേ പറയുള്ളൂ. സത്യത്തിൽ സംസാരിക്കുന്നു. അപ്പോൾ തെറ്റിനെ തിരുത്താനും തെറ്റിനെ മനസ്സിലാക്കി കൊടുക്കാനും തെറ്റ് തെറ്റാണെന്ന് പറയാനും സത്യം നമ്മളെ സഹായിക്കും. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. ഇത്ര മാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ, ഇത്ര മാത്രമുള്ള വലിയ ആ നല്ല സ്നേഹത്തെ വിശ്വസിക്കാൻ മനസ്സുള്ളവരായിത്തീരും സ്നേഹിക്കുമ്പോൾ. സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം എല്ലാത്തിനെയും വിശ്വസിക്കും. സ്നേഹത്തിന് പ്രത്യാശയുണ്ട്. ഇന്ന് ലോകത്ത് മനുഷ്യന് പ്രത്യാശയില്ല. പ്രത്യാശയില്ലാത്ത മനുഷ്യർ അപകടകാരികളാണ്. അവർ ഏത് സമയത്തും അപകടകരമായ സ്വഭാവമുണ്ടാക്കും. പ്രതീക്ഷയറ്റവൻ, അവന് ഒന്നും നോക്കാനില്ല, അവൻ ആക്രമിക്കും. അവനിൽ അപകടമുണ്ടാക്കുന്ന സ്വഭാവം അവനുണ്ടാകും. അതുകൊണ്ടാണ് സ്നേഹം പ്രത്യാശ നൽകുന്നു. സ്നേഹം ഉള്ളവന് മാത്രമേ പ്രത്യാശ നൽകാൻ പറ്റുള്ളൂ. കർത്താവായ യേശുക്രിസ്തു നമ്മളെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് മനുഷ്യന് മുഴുവനായി ഞാൻ നിനക്ക് നിത്യജീവൻ തരും, ഞാൻ നിന്നെ സംരക്ഷിക്കും, ഞാൻ നിനക്ക് പാപവിമോചനം നൽകുമെന്നുള്ള പ്രത്യാശ കർത്താവ് നമുക്ക് നൽകി. ആ പ്രതീക്ഷ ഉണ്ടാവാൻ കാരണം അവൻ സ്നേഹമായതുകൊണ്ടാണ്. നമുക്ക് സ്നേഹമില്ലെങ്കിൽ നമുക്കൊരിക്കലും പ്രത്യാശിക്കാൻ പറ്റില്ല. പ്രത്യാശയില്ലാത്തവരായി മാറും നമ്മൾ. പ്രതീക്ഷകൾ അസ്തമിച്ചവരായി മാറും. എല്ലാം തകർന്നവരായി നമ്മൾ മാറും. എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാക്കി നമ്മൾ മാറ്റണം. സ്നേഹം എല്ലാം സഹിക്കുന്നു. സ്നേഹം എല്ലാം സഹിക്കുന്നു. എല്ലാം സഹിഷ്ണുത എന്ന് പറയുന്ന സ്വഭാവം നമുക്ക് നൽകുന്നു. കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നത് സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ മനുഷ്യോദാഹരണമാണ്. അവൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ അനന്തരഫലം അവൻ ഏറ്റെടുത്ത് രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവനെല്ലാം സഹിച്ചു. ദൈവം സ്നേഹമാണെങ്കിൽ, ആ സ്നേഹം ദൈവത്തിൻ്റെ സ്വഭാവമാണെങ്കിൽ, ആ സ്നേഹമുള്ള ദൈവം സഹിഷ്ണുത കാണിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നവർക്ക് ഈ സഹിഷ്ണുത ഉണ്ടാവണം. എത്ര ഉദാത്തമാണ് സ്നേഹം! ലോകത്തിന് നൽകിക്കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയാണ് സ്നേഹം. ആ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ടുന്നത്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ സ്നേഹം. ഇവർ ചെയ്യുന്ന ക്രൂരത എന്താണെന്ന്
അവർക്കറിഞ്ഞുകൂടാ, പക്ഷേ നീ അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വലിയ സ്നേഹം. സ്നേഹം എങ്ങനെയാണ് നമ്മൾ പ്രായോഗികമാക്കേണ്ടുന്നത്? അപ്പോസ്തല പ്രവൃത്തികളുടെ ലേഖനം എഫേസ്യർ 5:2 പറയുന്നു, ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, യേശു നമ്മെ സ്നേഹിച്ചു. അപ്പോൾ ഈ വലിയ സ്നേഹം നമ്മൾ ദൈവത്തിലാണ് കാണുന്നത്, യേശുവിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ ഭാവം നിങ്ങളിലും ഇരിക്കട്ടെ. കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക, കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കുക. ഇനിയും എഫേസ്യർക്ക് ലേഖനം 4:16 പറയുന്നു, സ്നേഹത്തിൽ ക്രിസ്തുവിൻ്റെ തലയോളം വളരുക. സ്നേഹത്തിൽ ക്രിസ്തുവിൻ്റെ തലയോളം, സ്നേഹത്തിൽ ക്രിസ്തുവോളം വളരുക. നമുക്ക് എത്രമാത്രം വളരാൻ പറ്റും? എത്രമാത്രം നമുക്ക് വളരാൻ കഴിയും? സ്നേഹത്തിൽ യേശു ക്രിസ്തുവിൻ്റെ തലയോളം നമുക്ക് വളരാൻ പറ്റും. യേശു സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. മറ്റുള്ളവരെ, നമുക്കൊപ്പമുള്ളവരെ, നമ്മളെ സ്നേഹിക്കാത്തവരെ, നമ്മളെ മുറിവേൽപ്പിക്കുന്നവരെ, നമ്മളെ കളിയാക്കുന്നവരെ, നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരെ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റും. അവൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് തോന്നും, കർത്താവേ, നിൻ്റെ ഈ സ്നേഹത്തിന് ഞാൻ യോഗ്യനല്ല, എങ്കിലും നീ എന്നെ എത്രമാത്രം സ്നേഹിച്ചു. എത്ര വലിയ സ്നേഹമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ തലയോളം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തോളം വളരാൻ, അത്രമാത്രം സ്നേഹിക്കാൻ കഴിയുന്നവരാക്കി തീർക്കാൻ പറ്റും ദൈവത്തിന് നമ്മളെ. മനുഷ്യൻ്റെ ചതി, ഉപായം, തെറ്റിക്കുന്ന തന്ത്രം, ക്രൂരത, ഇതൊന്നുമില്ലാതെ നമുക്കും സ്നേഹിക്കാൻ കഴിയും. ലോകത്ത് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നമുക്കിങ്ങനെ സ്നേഹിക്കാനാവും. ഇനിയും സ്നേഹം വിളിക്ക് യോഗ്യമാവണ്ണം സ്നേഹത്തിൽ നടക്കുക. 4 അധ്യായം 2-3 കർത്താവ് നമ്മളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പാപികളായിരിക്കെ ദൈവം നമ്മളെ സ്നേഹിച്ചു. നമ്മൾ തെറ്റു ചെയ്യുന്നവരാണ്, നമ്മൾ ഇഷ്ടക്കേടുകൾ കാണിക്കുന്നവരാണ്, നമ്മൾ അസൂയപ്പെടുന്നവരാണ്, നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിനൊപ്പം മാതൃകാ സ്നേഹമുള്ളവരല്ല. എങ്കിലും കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, എൻ്റെ സ്നേഹത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു, എൻ്റെ സ്നേഹത്തിനുള്ളിൽ നിനക്ക് സ്ഥാനമുണ്ട്, ഞാൻ സ്നേഹിച്ചതുപോലെ നിനക്ക് സ്നേഹിക്കാൻ പറ്റും, എൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൽ നീ തൃപ്തനായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് പറയുകയാണ്. അതാണ് അവൻ നമ്മളെ വിളിച്ച വിളി. ആ സ്നേഹത്തിൻ്റെ യോഗ്യതയ്ക്കൊത്തവണ്ണം നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനാകണം. പൂർണ്ണമായ വിനയം, പൂർണ്ണമായ സൗമ്യത, പൂർണ്ണമായ സ്നേഹം. അങ്ങനെയാണ് അന്യോന്യം പൊറുത്തും അന്യോന്യം സ്നേഹിച്ചും നമുക്ക് ജീവിക്കാൻ പറ്റും. എഫേസ്യർക്ക് ലേഖനം 4 അധ്യായം 23 കർത്താവായ യേശു ക്രിസ്തു സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുക. എഫേസ്യർ 3:17 സ്നേഹത്തിൽ വേരൂന്നി, സ്നേഹത്തിൽ വേറിട്ട ഒരു സ്നേഹത്തിൽ ജീവിക്കുക. ക്രിസ്തു വിശ്വാസത്തിൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് സ്നേഹത്തിൽ അടിസ്ഥാനമിടുക. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് സ്നേഹത്തിൽ അടിസ്ഥാനമിടുക. ഈ യേശു നമ്മൾ ഹൃദയത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഈ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ, ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പ്രസരിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വേറിടാൻ പറ്റും. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് ഈ സ്നേഹത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വേറിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ സ്നേഹത്തെ കാണിക്കാൻ പറ്റും. സ്നേഹത്തെ കാണിക്കാൻ പറ്റും. എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാമോ? വർഷങ്ങളായി ഒന്നിച്ച് താമസിക്കുക, പക്ഷേ യഥാർത്ഥമായ സ്നേഹമില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഒന്ന് ചോദിച്ചു നോക്കൂ, ഞാൻ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അല്ലെങ്കിൽ
നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്ത് നോക്കിക്കേ. നമ്മൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ സ്നേഹത്തിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, എപ്പോഴും അദ്ദേഹം ചോദിക്കും, അടുത്ത് യാഥാർത്ഥ്യമല്ലാത്തൊരു കാര്യമാണ്, നമ്മൾ മരിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാര്യയെ സ്വീകരിക്കുമോ? നിങ്ങളുടെ ഇപ്പോഴത്തെ ഭർത്താവിനെ നിങ്ങൾ ഭർത്താവായി സ്വീകരിക്കുമോ? തമാശയ്ക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. എത്ര പേർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും? കാരണം സ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുക. നിങ്ങളുടെ ജീവിത പങ്കാളിയെ നമ്മൾ ശരിക്കും സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. ദൈവം, സ്നേഹമാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും അങ്ങനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നത്തിൻ്റെയും പരിഹാരം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുവാൻ നമുക്ക് കഴിയണം. ഇനിയും സ്നേഹം ആത്മാവിൻ്റെ ഫലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമാണ് സ്നേഹം എന്ന് പറയുന്നത്. എല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ, 1 കൊരിന്ത്യർ 16:4. എല്ലാം, നമ്മൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിലായിരിക്കണം ചെയ്യേണ്ടുന്നത്. നമ്മൾ ഒരു കാര്യം ഒരാൾക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സ്നേഹത്തിലാണെന്ന് അവർക്ക് തോന്നണം. ഞാൻ എന്തോ ഒരു കടപ്പാട് ചെയ്യേണ്ടത് കൊണ്ട് ചെയ്യുകയാണ്, ഞാൻ എൻ്റെ കർമ്മം ചെയ്യുകയാണ്, എനിക്കൊരു ഡ്യൂട്ടി ഉണ്ട്, ഞാനത് തീർക്കുന്നതെന്നുള്ളൂ, എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹമൊന്നുമില്ല. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അത് സ്നേഹത്തിൽ ചെയ്യുവേൻ. നമ്മൾ ഒരു പൊതുകാര്യം ചെയ്താൽ, നമ്മൾ സമൂഹത്തിന് നന്മയുണ്ടാകുന്ന ഒരു സേവനം ചെയ്യാൻ, അതെല്ലാം സ്നേഹത്തോടെ ചെയ്യണം എന്നാണ് പറയുന്നത്. വിശ്വാസത്താൽ ശക്തിപ്പെടുക. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുക. എല്ലാം സ്നേഹത്തിലാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. ഇനിയും സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിക്കാവുന്ന 1 കൊരിന്ത്യർ 16:4 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. സ്നേഹം കാണിക്കാൻ നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. ഇന്ന് സ്നേഹം കാണിക്കാൻ നമുക്ക് ഉത്സാഹമുള്ളവരാണോ എന്ന് നമ്മളെ തന്നെ നമ്മൾ ചോദിക്കണം. ഈ സ്നേഹം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാണ്. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 9-10 വാക്യങ്ങൾ. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത് എന്നൊക്കെ പറയുന്ന ദൈവത്തെ സ്നേഹിക്കുക, ശാബത്ത് അനുസരിക്കുക എന്നൊക്കെ പറയുന്നത് സ്നേഹത്തിൻ്റെ നിവൃത്തിയാണ്. സ്നേഹം കൊണ്ട് മാത്രമേ അതനുസരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മളൊരു പക്ഷേ ഇതൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ മാനുഷികമായി നമുക്ക് കഴിയുകയില്ല. കാരണം അത്ര വലിയ പരീക്ഷണങ്ങളാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും നമുക്ക് സ്നേഹ സ്വഭാവം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ കൽപ്പനകളുടെ നിവൃത്തിയാണ് സ്നേഹമുള്ള ജീവിതം. നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് കുലപാതകം ചെയ്യാൻ തോന്നില്ല. നമ്മൾ സ്നേഹമുള്ളവരാകുമ്പോൾ നമ്മൾ സ്വാർത്ഥതയുള്ളവരാകില്ല. സ്നേഹമുള്ളപ്പോൾ നമ്മൾ സ്നേഹിതൻ്റെ യാതൊന്നും ആഗ്രഹിക്കുകയില്ല, മോഷ്ടിക്കുകയില്ല. നോക്കൂ, സ്നേഹമാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരം. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാനുള്ള ഊർജമെന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന സ്നേഹം. അതുകൊണ്ടാണ് യേശു പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ്. സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. കർത്താവ് പറയുന്നു, നിർവാജ്യമായ സ്നേഹം, വ്യാജമല്ലാത്ത സ്നേഹമുണ്ടാകണം. റോമർ 12:9. യാതൊന്ന് ദൈവത്തിന് മൂർത്തി പോലും, യാതൊന്ന് വിശ്വത്തിന് തൂണുപോലും, യാതൊന്ന് മോക്ഷത്തിന് കോണി പോലും ആ സ്നേഹം ആഹോജിപ്പു എന്ന് കവി പറയുകയാണ്. കവി പറയുന്നു, ഏതാണോ മൂർത്തിയായിരിക്കുന്നത്, ഏതാണോ വിശ്വത്തെ താങ്ങി നിർത്തുന്ന തൂണ്, ഏതാണോ നന്മയിലേക്ക് നിത്യരക്ഷയിലേക്ക് ഏണിയായി മാറുന്നത്, ആ സ്നേഹമാണ്. ആ സ്നേഹം മാത്രമേ നിലനിൽക്കൂ, ആ സ്നേഹം മാത്രമേ ജയിക്കൂ. ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമേ ജയിക്കൂ.
സ്നേഹത്തിൻ്റെ പ്രാധാന്യം. 1 കൊരിന്ത്യർ 13:14 പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യമാണ്. യഥാർത്ഥമായ സ്നേഹമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ശൂന്യമാണ്. സ്നേഹമില്ലായ്മ നമ്മളെ ശൂന്യതയിലേക്ക് നയിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലമ്പുന്ന കൈത്താളമോ ഒക്കെയായി മാറും. നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമില്ലാത്തതായി മാറും. അതുകൊണ്ട് യഥാർത്ഥമായ സ്നേഹം നമ്മൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടത്തിലുള്ളവരിൽ നിന്ന് സ്നേഹം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, സ്നേഹം പകർന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ, റോമർക്കെഴുതിയ ലേഖനം 12:9 പറയുന്നു, സ്നേഹം നിർവ്യാജ്യമായിരിക്കണം. 1 കൊരിന്ത്യർ 13:14 സ്നേഹത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറയുന്നു. ഞാൻ മനുഷ്യരുടെ ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കാൻ ശീലിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം. ദൈവത്തെ ഹൃദയത്തിൽ വസിക്കാൻ കഴിയുമ്പോൾ ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പറയും, കർത്താവേ, ഞാൻ ഈ സ്നേഹത്തിന് യോഗ്യനല്ല. നിൻ്റെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ സ്വയം സമർപ്പിക്കുന്നു. നിന്നെപ്പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തെ സ്വയം സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെപ്പോലെ സ്നേഹിക്കുവാൻ എൻ്റെ ജീവിതത്തെ ഞാൻ സ്വയം സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി പങ്കുവെച്ചു കൊടുക്കുക. കൂടുതൽ സന്ദേശം കേൾക്കാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.